ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഒഴുകുന്ന ഒരു ദിനമായിട്ട് ഇത് മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുന്നതാണ്. ഇന്ന് നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് എവിടേക്കോ സ്നേഹം പറ്റിപ്പോകുമ്പോൾ നമ്മളെല്ലാം ഒരു ഡ്രൈനെസ്സിലേക്ക്, ഒരു ഏകാന്തതയിലേക്ക്, ഒരു മാനസിക സംഘർഷത്തിലേക്കും കടന്നു വരും. എല്ലാത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. നമുക്കറിയാം, ഒരു വ്യക്തി പാപം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ അകന്നു നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. എവിടേക്കോ നമ്മുടെ നഷ്ടപ്പെട്ട സ്നേഹത്തെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ബലഹീനതകളെ എങ്ങനെയല്ല നമുക്ക് തോൽപ്പിക്കാം? സ്നേഹമുള്ളവരെ, പ്രാർത്ഥനാപൂർവം നമുക്ക് തിരിച്ചു പിടിക്കേണ്ട കാലഘട്ടങ്ങളായി. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് സ്നേഹം എന്നത്. ഇന്ന് ഒത്തിരി സ്നേഹത്തെ പ്രതി മുറിവേൽക്കുന്ന ലോകമായിട്ട് മാറിയിരിക്കുക. മക്കൾ തേടിപ്പോകുന്ന സ്നേഹത്തെ പ്രതി മുറിവേൽക്കുന്ന മാതാപിതാക്കൾ തേടിപ്പോകുന്ന സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും സ്നേഹങ്ങളുടെ പുറവിൽ ഒരു കുടുംബത്തിലിരുന്ന് കരഞ്ഞു തീർക്കുന്ന കുഞ്ഞുങ്ങൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് ലോകം നോക്കിയിട്ട് ഒരു കുടുംബത്തെ പറയും, ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? ഈ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിള്ളൽ സംഭവിച്ചു? കാരണം പണ്ട് അവരുടെ തലമുറകളിൽ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴെന്തുകൊണ്ട് അവർക്ക് ലഭിച്ചില്ല? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ലോകത്ത് നടന്നു നീങ്ങുന്നൊരു സമയം. സ്നേഹത്തെ പ്രതി പിച്ച് ചീന്തുന്ന കാലഘട്ടം, സ്നേഹം ക്ഷയിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ഇവിടെയെല്ലാം ഈശോ പറഞ്ഞു, ഞാൻ സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പഠിപ്പിക്കുക. നമുക്ക് ചിന്തിക്കാം, ഈ സ്നേഹം നമുക്ക് കണ്ടെത്തേണ്ട സമയമായി. ഒരു നിത്യജീവൻ കിട്ടണമെങ്കിൽ, സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് എല്ലാത്തിനെയും തോൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഒട്ടി നിൽക്കുന്ന ഒരു ആത്മാവായിട്ട് ഞാനും നിങ്ങളും മാറണം. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്താണ് സ്നേഹത്തിൻ്റെ അൾട്ടിമേറ്റ് ഒരു കാര്യം? ഒരു വ്യക്തി അവനിൽ തന്നെ സ്നേഹത്തെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ മറ്റുള്ളവർ സ്നേഹം കണ്ടെത്തും. ഇപ്പോൾ ഞാനെങ്കിലും കണ്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ, ഞങ്ങൾ അച്ഛന്മാരേക്കും പറയുന്ന ടോക്കുകൾ ചിലരെടുത്തിട്ട് അതിന് നല്ലൊരു BGM കൊടുക്കും, നല്ലൊരു സെൻറ്റിമെൻറ്റ്സൽ മ്യൂസിക്കും കൊടുത്ത് ഇടുമ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ പെട്ടെന്നൊരു ഫീലിംഗ് ആണ്. അത് കാണുമ്പോൾ അയ്യോ ദൈവമേ, ഇങ്ങനൊരു സ്നേഹം ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയ സ്നേഹമുള്ളവരെ, അത് ആ ഒരു മൂമെൻറ്റിന് മാത്രമായിട്ട് ഒതുങ്ങുന്നൊരു കാര്യമായി. പിന്നീട് അടുത്ത സെക്കൻഡിൽ ഒരു BGM ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു BGM മ്യൂസിക് ഇല്ലെങ്കിൽ നമുക്കതില്ല. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു വികാരഭരിതമായ ഒരു സ്നേഹം മാത്രമായിട്ട് മാറാണിത്. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ അകത്ത് അങ്ങനെ ഒരു സ്നേഹം തേടിപ്പോകലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടോക്ക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോഴോ നമ്മുടെ ഉള്ളിൽ കണ്ണീര് വരണമെങ്കിൽ അകത്ത് ദൈവം അതിനു മുമ്പേ ഈ സ്നേഹത്തിൻ്റെ ഒരു നിലപാട് നിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിൽ തന്നെ കണ്ടെത്ത ദൈവമേ, എനിക്ക് ഈ സ്നേഹത്തിന് വേണ്ടി ഒരു പരക്കം പാച്ചിലുണ്ടല്ലോ, ഈ സ്നേഹം തേടിപ്പിടിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ടല്ലോ, ഇത് ഞാൻ കണ്ടെത്തുക എന്നിൽ തന്നെ. ശരിക്കും എന്നിൽ കണ്ടെത്തുമ്പോഴാണ് ഞാൻ എന്നിലെ ദൈവത്തെ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് ഞാനത് സഹോദരനിലേക്ക് പങ്കുവയ്ക്കുക, എൻ്റെ കുടുംബത്തിലേക്ക് പങ്കുവയ്ക്കുക. അങ്ങനെ നമ്മൾ കുടുംബം മുഴുവൻ ഒറ്റ സ്നേഹത്തിലേക്കാവും. അതുകൊണ്ട് സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു നോക്കിയേ, എവിടേക്കോ ഞാനിങ്ങനെ ഒരു വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ഏതോ ഒരു പാറക്കല്ലുകൾ പൊട്ടിച്ച് അതിൻ്റെ ഒരു കല്ലെടുത്തിട്ട് ആദ്യം ഒരു കുഴി കുത്തിയ സ്ഥലത്ത് ഒരു ഭൂമിയിലൊരു കുഴി കുത്താണ് തറ കെട്ടാൻ. അതിൽ കരിങ്കല്ലിടാണ്. കരിങ്കല്ലിട്ടിട്ട് അത് മണ്ണിട്ടിട്ട് അത് ഗ്യാപ്പില്ലാത്ത രീതിയിൽ കല്ലുകൾ വെച്ച് അത് പണിയാൻ അറിയുന്ന ഒരു വ്യക്തി പണിത് അതിലെല്ലാം വെള്ളം നിറച്ച് മണ്ണ് നിറച്ച് അതൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കും. അതിനുശേഷം അതിന് മുകളിൽ സിമെൻറ്റ് വെച്ച് പൂശി. ഇതെല്ലാം പല സ്ഥലത്തു നിന്ന് കൊണ്ടിരുന്നതാണ്. എന്നാൽ ഒരു വീടിന് വേണ്ടി പലതിനെയും കൂട്ടിച്ചേർക്കാണ്. അപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ബലമാണ്. ഈ ഭൂമിയിലാണ് ഇതെല്ലാം പണിയുന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന ദൈവത്തിൽ ഇങ്ങനെ ഓരോ കല്ലുകളും വെച്ച് തറ പണിത് കഴിഞ്ഞിട്ട് മണ്ണ് കൂട്ടി ഒരു ഇഷ്ടിക ഉണ്ടാക്കി, ഇഷ്ടിക അതിന് മുള്ളിൽ വയ്ക്കും, അതിങ്ങനെ വെച്ച് അതിന് മുകളിൽ സിമൻറ്റ് പണിയും, അതിനിടയിൽ മരം കൊണ്ടുള്ളൊരു ജനാല വയ്ക്കും, അതിനിടയിൽ ഒരു വാതിൽ വയ്ക്കും. അങ്ങനെ പലതും ചേർത്ത് ഒരു മനോഹരമായൊരു വീടുണ്ടാകും. ഇതാണ് സ്നേഹം. പലരും കൂടിച്ചേരുമ്പോഴേ ഒരു സ്നേഹത്തിൻ്റെ. അപ്പോൾ ഞാനെന്ന വ്യക്തി എന്നിൽ സ്നേഹം കണ്ടെത്തുമ്പോഴാണ് എനിക്കൊരു മനോഹാരിതയുണ്ട്. നമുക്കറിയാം, ഒരു മരത്തിൻ്റെ കാതൽ ആ മരം കാണിക്കുമ്പോഴാണ് ആ മരത്തിന് അതിനൊരു കാതലുണ്ടെന്ന് പറയാം. കാതലുള്ള മരത്തിൻ്റെയാണ് എപ്പോഴും നമ്മൾ കട്ടിലപ്പടികൾ ഉണ്ടാക്കുക.
ഇതുപോലെ നിൻ്റെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ കാതൽ നീ കണ്ടെത്തുമ്പോൾ നിന്നെ ഭയങ്കര ഉപകാരമായിരിക്കും, നിന്നെ മറ്റുള്ളവർക്ക് ഉപകാരം. ഇതാണ് ഈശോ പറഞ്ഞത്, നീ നിന്നെ തന്നെ കണ്ടെത്തുക, നീ ദൈവസ്നേഹത്തിൽ നിന്നെ കണ്ടെത്തുക, അവിടെ നിനക്ക് കൃപ കിട്ടും. സ്നേഹമുള്ളവരെ, ഈ തിരുഹൃദയ മാസമൊക്കെയും കടന്നു പോകുമ്പോൾ നമ്മളേക്കും പഠിപ്പിക്കുന്നതാണ്, നിന്നിലെ ദൈവസ്നേഹത്തെ, നിന്നിലെ സ്നേഹത്തെ നീ കണ്ടെത്തുക. അപ്പോൾ നീ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മുറിവിൽ നിന്ന് തിരുമുറിവിലേക്ക് നമ്മൾ വളരേണ്ട കാലഘട്ടമായി. ഈശോയുടെ മുറിവ് ഒരു തിരുമുറിവായിരുന്നു. കാരണം ആ തിരുമുറിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തോമസ് ലീഗ പറഞ്ഞത്, എനിക്ക് ഈ മുറിവുകൾ കാണണം, എനിക്ക് തൊടണം. സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ മുറിവുകളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കുണ്ടായ സഹനങ്ങളെല്ലാം ഒരു തിരുമുറിവുകളായിട്ട്, ദൈവ സാന്നിധ്യങ്ങളായിട്ട് മാറാനുള്ള വലിയൊരു കൃപയുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് വലിയ പാപികളായി ജീവിച്ചിട്ടും ഈശോയുടെ മുറിവിലേക്ക് നോക്കിയ വലിയ വിശുദ്ധരായിട്ട് പിന്നീട് അവർ ജീവിതത്തിൽ മാറിയത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു വിശുദ്ധിയുടെ നിലപാടുകൾ വേണം. ദൈവസ്നേഹത്തിലേക്ക് ചേരുമ്പോൾ ഞാൻ എന്ന വ്യക്തിയിൽ ഉണ്ടാകുന്നൊരു മാറ്റം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നാം നമ്മെ തന്നെ സ്നേഹിക്കണം. സ്നേഹമുള്ളവരെ, നമുക്ക് ഒത്തിരി കുറവുകളുണ്ടാകാം, ഒത്തിരി ബലഹീനതകളുണ്ടാവാം, കഴിവുകേടുകളുണ്ടാവാം, ചിലപ്പോൾ മറ്റുള്ളവരെ പോലെ വലിയ അറിവുകളുണ്ടാവില്ല. എന്നാൽ നമ്മൾക്കുള്ള അറിവിനെ നമ്മൾ സ്നേഹിക്കണം. ഞാനെന്നൊരു വ്യക്തി ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് ദൈവം എനിക്കൊരു ജന്മം തന്നിട്ടുണ്ടെങ്കിൽ, ആയിരങ്ങൾ ആഗ്രഹിച്ചിട്ടും കുറച്ച് മാത്രം ജനിക്കുന്ന ഈ ഭൂമിയിൽ ഒരു വ്യക്തിയാകാൻ എനിക്ക് കഴിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്നേഹിക്കണം. ദൈവമേ, ഞാൻ വെറുതെ ഒന്നല്ല ഈ ഭൂമി ജനിച്ച് ഒരു അന്ധനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെവി കേൾക്കാത്തവനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കാലിന് വൈകല്യമുള്ളവനായി, എനിക്ക് എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, എന്തും ഉണ്ടായിക്കോട്ടെ, അതിനെ ഓർത്ത് ദേവലാതി പറയാതെ ഞാൻ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്നേഹിക്കാൻ എനിക്ക് കഴിയണം. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുക, എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ പോരായ്മകൾ. സ്നേഹമുള്ളവരെ, നമ്മുടെ പഴയ കാലഘട്ട മനുഷ്യരെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ നോക്കി അവരവരുടെ കുറവുകളെ മനസ്സിലാക്കി സ്നേഹിച്ചപ്പോൾ അവരുടെക്കും പിന്നീടുള്ള തലമുറയ്ക്ക് ജീവിക്കാനുള്ള വസ്തുവകകൾ കരുതി വയ്ക്കാനുള്ളൊരു മനസ്സുണ്ടായി അവർക്ക്. ഇന്ന് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തലമുറകളിലേക്ക് നോക്കാൻ ഇന്നത്തെ കഷ്ടപ്പാടുകൾ നന്മയായിരിക്കുമെന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുക. അതുകൊണ്ട് നീ നിന്നെ തന്നെ സ്നേഹിക്കണം, നീ നിന്നെ തന്നെ മനസ്സിലാക്കണം, നീ നിന്നെ തന്നെ പരിഗണിക്കണം. നിന്നോളം നിന്നെ പരിഗണിക്കാൻ, നിന്നോളം നിന്നെ മനസ്സിലാക്കാൻ, നിന്നോളം നിന്നെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നീ നിന്നെ മനസ്സിലാക്കുമ്പോൾ, നീ നിന്നെ പരിഗണിക്കുമ്പോൾ, നീ നിന്നെ സ്നേഹിക്കുമ്പോൾ നീ അറിയേണ്ടത് നിന്നിലെ ദൈവ സാന്നിധ്യമാണ് നിന്നെ പരിഗണിക്കാൻ പഠിപ്പിക്കുന്നത്, നിന്നെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നത്, നിന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിലാക്കും തോറും, നമ്മുടെ കുറവുകളോടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ദൈവം നമ്മിലേക്ക് ശക്തമായിട്ട് ഇറങ്ങി വരും, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടലുകൾ വരും. അതുകൊണ്ട് നീ പാപിയാണെന്ന് പറഞ്ഞ് നിന്നെ തന്നെ മുദ്ര വയ്ക്കരുത്. നിനക്കൊരു അനുതാപിയാകാനുള്ള അവസരമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, തെറ്റ് പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അയക്കുന്നു. നീ നിന്റെ തെറ്റ് പൊറുക്കുന്നവൻ്റെ സ്നേഹം നേടുമ്പോൾ, നീ അത് തേടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നീ നേടുന്നത്. നീ രണ്ടാമത് അറിയുക, നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ ഒരിക്കലും നന്നാവില്ല, ഞാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു പോയല്ലോ, ഞാൻ ഇങ്ങനൊരു ദുഷ്ടനാണല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാനൊരു അമ്മ എന്ന നിലയ്ക്ക് ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചല്ലോ. അങ്ങനെ നീ സ്വയം നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ പിണക്കി അയക്കുകയാണ്. നിൻ്റെ ഉള്ളിലെ നിന്നെ തന്നെ കണ്ടെത്താതെ നീ നിന്നെ തന്നെ വേദനിപ്പിച്ച് നീ ആർക്കും വേണ്ടാത്തൊരു ജീവിതം. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകും, അങ്ങനെ ഹൈ ഡോസ് മരുന്നുകൾ കഴിക്കും, അവസാനം നീ മരുന്നിന് അഡിക്റ്റഡ് ആയിട്ട് മാറും. സ്നേഹമുള്ളവർ, തിരിച്ചറിയുക, നമ്മളെ കണ്ടെത്തുക. ഇന്ന് അനേകം മക്കൾ മാനസിക രോഗികളായി മാറുന്നത് അവരെ തന്നെ കണ്ടെത്താത്തതാണ്. ഞങ്ങളവരെ, നീ നിന്നെ കണ്ടെത്താത്തോടത്തോളം കാലം ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന് നിന്നെ കണ്ടെത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് നീ കണ്ടെത്താത്ത വഴികൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നീ അവിടേക്ക് പോകണം, നീ നിന്നെ തന്നെ മനസ്സിലാക്കണം. ഞാൻ ആരാണ്? ഞാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടൊരു വ്യക്തി. കുറവുകളുള്ള ഈ എൻ്റെ ജീവിതത്തെ നിറവുകളുള്ള ലോകത്ത് ദൈവത്തിന് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കണ്ടെത്തുമ്പോൾ, ഞാൻ തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന തോൽവികളെ പോലും എനിക്ക് പിന്നീട് ജയമാക്കി മാറ്റാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവർ, 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 1-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യം പറയാം. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്.
സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ കുറവുകളിൽ നോക്കി, നിന്റെ ബലഹീനതകളിൽ നോക്കി ദൈവം നിനക്ക് ശക്തി തരികയാണ്. വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതാണ്. മനുഷ്യന് പലപ്പോഴും മനസ്സിലാവില്ല എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയാക്കി. ഈ ലോകത്ത് ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ, ഒത്തിരി നോക്കുമ്പോൾ, പ്രകടമായി നോക്കുമ്പോൾ ഒത്തിരി കുറവുള്ള മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുള്ള ജ്ഞാനം, അദ്ദേഹത്തിന് കോർഡിനേഷൻ ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ ഒത്തിരി പേരെ ഞാൻ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു പരിചയപ്പെട്ടൊരു മനുഷ്യനുണ്ട്, വലിയ പഠിപ്പും വിവരമില്ല, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീട് പണിയാനുള്ള കഴിവുണ്ട്. അദ്ദേഹം തന്നെ വരയ്ക്കും, എഞ്ചിനീയറിംഗ് പഠിക്കാത്ത ഏകദേശം ഒരു +2 വരെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല കഴിവുകൾ, എന്ത് കൈവച്ചാലും അതിൽ കൃപയുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഞാൻ പറയുന്നത്, പലപ്പോഴും നമ്മൾ ഒത്തിരി പഠിക്കുന്നത് കുറവാണെന്നൊന്നല്ല അച്ഛൻ പറയണത്. ചിലർ ദൈവം അവരുടെ ബലഹീനതകളിൽ, കുറവുകളിൽ ദൈവം അവരെ തൊടുന്നുണ്ട്, ദൈവം അവർക്ക് ഒരു മുന്നേറ്റം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഇന്ന് കാണുന്ന വലിയ വലിയ കോടീശ്വരന്മാർ പഠിച്ച് വളർന്ന് MBA കഴിഞ്ഞ് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് എടുത്തവർ ആരുമല്ല. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലെ, ഇന്ത്യയിൽ തന്നെ വലിയ കോടീശ്വരന്മാർ സാധാരണ മനുഷ്യർ, പെട്രോൾ പമ്പിൽ നിന്ന് ജോലി ചെയ്ത് പിന്നീട് വലിയവരായവരുണ്ട്. അതുപോലെ ലോകത്ത് പലരും അങ്ങനെ വന്നവരാ, ഒന്നുമില്ലായ്മകളിൽ നിന്ന് ഉയർന്നു വന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെക്കും മുൻ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം പേപ്പർ വിറ്റ് നടന്ന ഒരു പയ്യനെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ഉള്ളിൽ അവനെ തന്നെ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവമാണ് അവനിൽ ഉയർത്തപ്പെടുന്നത്, ദൈവമാണ് അവനെ വളർത്തുന്നത്. അതുകൊണ്ട് വ്യക്തി എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തണം. ഞാനൊരു നഷ്ടമല്ല, ഞാൻ ഈ ലോകത്തിന് നേട്ടമാണ്. അതാണ് ദൈവസ്നേഹം, അതാണ് ദൈവസ്നേഹം. അപ്പോൾ നമുക്ക് പരാതികളില്ല, നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയും. വചനം തുടർന്ന് പറയുക, സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവവിളിയുണ്ട്, അതിനെപ്പറ്റി എന്നും ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു വിവാഹ ജീവിതം നയിക്കുമ്പോൾ എല്ലാം പഠിച്ച് ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ടാണോ ഒരു അപ്പനും അമ്മയും കല്യാണം കഴിക്കുന്നത്? അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് വലിയ മാനദണ്ഡങ്ങൾ, വലിയ അറിവൊന്നും ഇതിനെക്കുറിച്ചില്ല. എന്നാൽ ജീവിതത്തിലേക്ക്, ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുമ്പോൾ ഭയങ്കര മാറ്റം വരും. ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ, ചില ചേട്ടന്മാർ, ചില ആൺകുട്ടികൾ ഇങ്ങനെ അലസമായിട്ട് നടക്കും. വിവാഹം കഴിഞ്ഞോടുകൂടി അവന് ഭയങ്കര ഉത്തരവാദിത്വമാണ്. വീടിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, അമ്മയുടെ കാര്യം എല്ലാം നോക്കുകയാണ്. രാത്രി കൃത്യസമയത്ത് വരും. പണ്ട് പല സമയത്ത് കയറി വന്നവൻ ഉത്തരവാദിത്വം വന്നു. കാരണം അവൻ്റെ ഉള്ളിൽ അവൻ മനസ്സിലാക്കുക, ഞാനൊരു പുരുഷനാണ്, ഞാനൊരു അപ്പനാണ്, ഞാനൊരു ഭർത്താവാണ്, എൻ്റെ കുടുംബത്തെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അപ്പോൾ അവന് ഉത്തരവാദിത്വം ബോധം വരിക. സ്നേഹമുള്ളവരെ, ഇത് തലമുറകളിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ആഴമൊഴുകുന്ന, അവനെ തന്നെ കണ്ടെത്തുമ്പോൾ, അവൻ്റെ പുരുഷത്വത്തെ കണ്ടെത്തുമ്പോൾ അവൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഇതുപോലെയാണ് ഒരു സ്ത്രീയും. അവളിങ്ങനെ ചെതറി നടന്നിങ്ങനെ എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ഓടി നടന്ന് ഒരു ദിവസം വിവാഹം എന്ന ഒരു ദൈവവിളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൾ ഉത്തരവാദിത്തത്തിലേക്ക് വന്നു. അവളുടെ കാര്യങ്ങൾ നോക്കും. പിന്നെ ചവറൊന്നും പറയാതെ സൂക്ഷ്മതയോടെ. അതെല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ. ഒരു പുരോഹിതനാകുമ്പോൾ വീട്ടിൽ ഓടിച്ചാടി നടന്നൊരു പയ്യൻ വൈദിക ജീവിതത്തിൽ വരുമ്പോൾ, സെമിനാരി പഠനത്തിൻ്റെ ആദ്യ വർഷം കഴിയുമ്പോഴേക്കും അവനൊരു ഉത്തരവാദിത്വ ബോധം വരാം, അവൻ്റെ സംസാരത്തിൽ മാറ്റം വരാം, അവൻ്റെ നോട്ടത്തിൽ മാറ്റാം, അവൻ്റെ രീതിയിൽ മാറ്റം വരാം. പിന്നീടാണ് അവൻ ഒരു വിശുദ്ധനായ വൈദികനാകുന്നത്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക. അതുകൊണ്ട് വചനം പറയാണ്, സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ, ഇതിനെക്കുറിച്ച് ബുദ്ധിയുള്ള അധികമില്ല, ശക്തന്മാരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തവർ ഇത് നന്നായി ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി വലിയ പഠനം അറിവുള്ളവർ നോക്കി നിന്നിട്ട് പറയുക, ഇവനക്കിത് എങ്ങനെ ഇത് അറിയണേ, ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റണേ. കാരണം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുമ്പോൾ, അവൻ്റെ ഉള്ളിലെ സ്നേഹം ജ്വലിക്കുമ്പോൾ, അവൻ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയെ പോലും അതിലംഘിക്കുന്ന പല കാര്യങ്ങളും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക. എന്നിട്ട് പറയുക, ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ട ലോകദൃശ്യ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കേണ്ടതായിരിക്കേണ്ടതല്ല അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. ആരും അഹങ്കരിക്കരുത്, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ചിന്ത. സ്നേഹമുള്ളവരെ, അറിവുകൾ അതിലംഘിക്കുന്ന, അറിവുകൾ അധികമില്ലാത്ത ചില മനുഷ്യർ അതിലംഘിക്കുന്ന അറിവുകൾ നമുക്ക് പങ്കുവെച്ചു തരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നമ്മൾ ചിന്തിക്കുന്നത്, ഒരു നിത്യജീവനിലേക്ക് ഞാൻ എന്നെ തന്നെ കണ്ടെത്തി സ്നേഹത്തിൻ്റെ ആഴം വരണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. 1, നീക്കി വയ്ക്കാൻ നമുക്കൊരു സമയം വേണം. ഇന്ന് ലോകത്ത് സമയമില്ല സ്നേഹമുള്ളവരെ. ഒരു കുടുംബത്തിന് സമയം കൊടുക്കാനില്ല, ദൈവത്തിന് സമയം കൊടുക്കാൻ നീക്കിവെപ്പില്ല എന്ന്.
ഇന്ന് ജീവിതത്തിൽ ഒരു കുറച്ച് സമയം എൻ്റെ കുടുംബവുമായിട്ട് ചെലവഴിക്കാൻ. ഞങ്ങൾ ഒരിക്കൽ കുട്ടികളുടെ ധ്യാന സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ സമയങ്ങൾ എപ്പോഴാണ്? അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, ഞങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ പറയും. അത് ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടിയതാണ്. ചില കുട്ടികൾ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്ന. ചില കുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും കൂടി വീട്ടിൽ വന്ന് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നത് ഞങ്ങൾ ഇന്നും മറന്നിട്ടില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞു, ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇനി ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടി ഏജ് ബാറുള്ള യുവജനങ്ങളിലേക്ക് ചെന്നപ്പോൾ അവർക്ക് കുറേ ഓർമ്മകൾ പറയാനുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കിവെച്ച, ഞങ്ങൾ ഒരുമിച്ച് യാത്ര തിരിച്ച, ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോയ കുറേ കാര്യങ്ങൾ. ഇനി അതിൻ്റെ മുകളിലുള്ള ഒരു പറഞ്ഞ ദാമ്പത്യ ജീവിതത്തിൽ വന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പഴയ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ തറവാട്ടിൽ പോയ കാര്യങ്ങൾ. സ്നേഹമുള്ളവരെ, നീക്കിവെപ്പിന് സമയമില്ല. നമുക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. സുഹൃത്തുക്കളുമായി രസിക്കാൻ സമയമുണ്ട്, ടൂറ് പോകാൻ സമയമുണ്ട്. നീ പണിയുന്ന നിൻ്റെ ഭവനത്തിലെ മക്കൾക്ക് നിനക്ക് കൊടുക്കാൻ സമയമില്ലെങ്കിൽ നിൻ്റെ സൗഹൃദങ്ങളെല്ലാം നഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. സിനിമ എന്തും ആയിക്കോട്ടെ, അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തെ മര്യാദയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നതാണ്, ഇന്ന് അവന് സമയമില്ല, ഇന്ന് കൂട്ടുകാരുമായിട്ട് അവൻ ശല്യപ്പിക്കുക, ഇന്ന് ആ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് കാര്യമാണ്, അച്ഛനത് പറയണം, കാരണം എൻ്റെ മകൻ എൻ്റെ മകളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കൂട്ടുകാരുമായിട്ട്. അവൻ പറഞ്ഞൊരു വാചകം ഇതാണ് അമ്മ പറഞ്ഞത്, ഞാൻ ഇത്രയും നാൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് സന്തോഷിച്ചില്ല, ഇനി എനിക്ക് കൂട്ടുകാരുമായിട്ട് മതി സന്തോഷം. സ്നേഹമുള്ളവരെ, ഇങ്ങനെ പലതും ഉണ്ട്. നന്മകൾ സ്വീകരിക്കപ്പെടുന്നില്ല, തിന്മകളെ സ്വീകരിച്ച് ആഘോഷങ്ങളെ പുറകെ അങ്ങനെ നശിക്കുന്നൊരു തലമുറ കുട്ടികൾ. ഇവർക്ക് ഏത് നല്ല ഓർമ്മകളുള്ളത്? അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം സ്നേഹമുള്ളവരെ, നിങ്ങൾക്കായിട്ട് സമയം നീക്കി വെക്കണം. നമ്മൾ അല്ലെങ്കിൽ മാനസിക രോഗികളാവും. ഒരു പ്രായം കഴിയുമ്പോഴില്ലേ, ഇന്ന് നിങ്ങൾ നോക്കിക്കോ, സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ പോകുന്നത് സൈക്കാട്രിസ്റ്റ്. ഏതൊരു രോഗം വരുമ്പോഴും ആദ്യം അവർ പ്രിഫർ ചെയ്യും, കാരണം ഉറക്കമില്ല പലർക്കും. കാരണം നീക്കി വയ്ക്കാൻ സമയമില്ല. അത് അവസാനം മരണക്കിടക്ക് വരുമ്പോൾ അത് ഇഷ്ടം പോലെ നീക്കി വയ്ക്കാൻ സമയമാണ്. അന്ന് തിരിച്ചു പോകാൻ പറ്റുമോ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിന് വേണ്ടി സമയം നീക്കി വയ്ക്കണം, കുടുംബത്തിന് വേണ്ടി സമയം നീക്കി വയ്ക്കണം, സഭയ്ക്ക് വേണ്ടി സമയം നീക്കി വയ്ക്കണം. നിൻ്റെ ജീവിതത്തിൽ നീക്കി വെച്ചതെല്ലാം നിനക്ക് നാളെ തിരിച്ചു കിട്ടും. രണ്ടാമത്തെ കാര്യം, നീ നിൻ്റെ നന്മകളും കഴിവുകളും കുറവുകളും മനസ്സിലാക്കണം. ഞാൻ എന്നെ മനസ്സിലാക്കുവോളം ഈ ലോകത്താർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുക. എൻ്റെ കുറവ് എന്താണ്, എനിക്ക് എപ്പോഴാണ്. നമുക്കറിയാം, ചിലവർക്ക് രോഗം വരുമ്പോൾ മനസ്സിലാവും. ഇതിനൊരു ചില ജലദോഷം വരുമ്പോൾ അറിയാം, അടുത്ത 2 ദിവസമുള്ള എനിക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇങ്ങനൊരു ജലദോഷം വരുമ്പോഴാണ് എനിക്ക് പലപ്പോഴും വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അധികം കൂട്ടത്തിൽ പോവില്ല. അദ്ദേഹം മരുന്ന് കഴിച്ച് അദ്ദേഹം റെസ്റ്റ് എടുക്കും. ഇതുപോലെ നീ നിന്നെ മനസ്സിലാക്കണം. നീ മറ്റുള്ളവരെ നിന്നെ മനസ്സിലാക്കാൻ കൊടുക്കരുത്. നീ നിന്നെ മനസ്സിലാക്കണം. നീ നിന്നെ മനസ്സിലാക്കുമ്പോൾ നീയുമായി ബന്ധപ്പെട്ടവർക്ക് നിന്നെ മനസ്സിലാവും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ അപ്പനമ്മയുടെ മുഖം മാറുന്നത് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം കുട്ടികൾക്കാണ്. കുട്ടികൾ കൃത്യമായിട്ട് പറയും, എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ഇന്ന് മിണ്ടാൻ പോകണ്ട, അപ്പനോട് ഇന്ന് മിണ്ടിയ കിട്ടും, അടി ഉറപ്പാണ്. കാരണം അപ്പൻ്റെ മുഖം കണ്ടാലറിയും. അത് മനസ്സിലാക്കാൻ ആ കുഞ്ഞുങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ നിന്നെ തന്നെ, നിൻ്റെ നന്മകളെയും കഴിവുകളെയും കുറവുകളെയും നീ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, നിൻ്റെ ബലഹീനതയുടെ സ്വരം നീ എപ്പോഴും കേൾക്കണം. ദൈവമേ, എനിക്ക് ഇന്നൊരു കുറവുണ്ടല്ലോ, അത് ഞാൻ മനസ്സിലാക്കണം. അത് ചിലപ്പോൾ പലരും വിമർശിക്കും ഈ കുറവുകളെ, അത് നീ സ്വീകരിക്കണം. ആ സ്വീകരിച്ച് നീ തിരുത്തേണ്ടത് എല്ലാം തിരുത്താനുള്ളതായിരിക്കില്ല, ചിലപ്പോൾ നിന്നെ താഴ്ത്തിക്കെട്ടാനുള്ള വിമർശനങ്ങളായിരിക്കും. അത് നീ സ്വീകരിക്കേണ്ട. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് മനസ്സിലാവുമല്ലോ, എൻ്റെ ഈ കുറവ് അനേകർക്ക് വേദനയാണെങ്കിൽ അത് കണ്ടെത്തണം. സ്നേഹമുള്ളവർ, കണ്ടെത്തണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപ വരിക. നാലാമത്തെ കാര്യം, നീ നിന്നോട് തന്നെ ക്ഷമിക്കണം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ക്ഷമിക്കാനുണ്ട്. ഒന്ന്, എല്ലാവരോടും ക്ഷമിക്കണമെങ്കിൽ നമ്മളോട് ക്ഷമിക്കണം. നമ്മൾ മുറിപ്പെടുത്തിയ വ്യക്തിയോട് നമ്മൾ മനസ്സിൽ ക്ഷമിക്കണം. അപ്പോഴാണ് നമുക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വേദനിപ്പിച്ച വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കണം, അപ്പോഴും നമുക്ക് ക്ഷമ പൂർണ്ണമാകുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ക്ഷമിക്കാനുണ്ട്. നമ്മുടെ കുറവുകളിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരോട് പരാതി പറയും, അവരിങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെയായ, അവരെന്നെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ പഠിക്കാതെ. അല്ല സ്നേഹമുള്ളവരെ, അവർ പഠിപ്പിച്ചാലും പഠിച്ചില്ലെങ്കിലും നീ അവരോട് ക്ഷമിച്ചേ. അവർ ചിലപ്പോൾ കുറവുണ്ടാവും, എന്നാൽ ഞാൻ ക്ഷമിക്കുക. ദൈവമേ, എനിക്ക് ആ കൃപ മതി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയുക, നീ നിന്നോട് തന്നെ ക്ഷമിക്കുക. അഞ്ചാമത്തെ കാര്യം, നീ നിൻ്റെ വിശുദ്ധിയിൽ ശ്രദ്ധിക്കുക.
നീ അൾട്ടിമേറ്റായിട്ട് നിൻ്റെ സാങ്ക്ടിറ്റി, നിൻ്റെ വിശുദ്ധി ശ്രദ്ധിക്കുക. നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നതിനാ, നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക്. ഇതുപോലെ തന്നെ നിൻ്റെ വിശുദ്ധി നിനക്ക് വേണ്ടി മാത്രമല്ല, നീയുമായി ബന്ധപ്പെട്ടവർക്ക് ഉള്ളതാണ്. അതുകൊണ്ട് അതൊരു പരിമളമാണ്. നിന്നിൽ നിറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരാനായിട്ട് ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം, നീ നിൻ്റെ നന്മകൾ നേടിയെടുക്കുന്നത് പലതും വേണ്ടെന്ന് വയ്ക്കും. നീ നിൻ്റെ നന്മകളെ നേടിയെടുക്കാൻ നീ നിന്നെ തന്നെ കണ്ടെത്തുമ്പോൾ പലതും വേണ്ടെന്ന് വയ്ക്കും. എൻ്റെ ഈ ദുശീലം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് ദുശീലമാണെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നീ നിന്നെ തന്നെ ആദരിക്കണം. നീ നിന്നെ ആദരിക്കണം. ഞാനെന്ന വ്യക്തി സിജോച്ചനെ ആദരിക്കണം. ഞാൻ എന്നെ താഴ്ത്തിക്കെട്ടരുത്. ഞാൻ താഴ്ത്തിക്കെട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടാൻ വേണ്ടി മാത്രമായിരിക്കണം. ഞാൻ മറ്റുള്ളവരുടെ പിന്നെ ഒന്നും കഴിവില്ല, ഞാൻ അങ്ങനെയാണ്. പലരും സ്വന്തം കഴിവ് കുറവുകൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് എല്ലാവരും അവരെ താഴ്ത്തിക്കെട്ടാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. 2, നിൻ്റെ നന്മകളെ നീ ധ്യാനിക്കണം. എൻ്റെ കഴിവുകളെ ധ്യാനിച്ച് അത് വളർത്താനായി ദൈവത്തിൽ നീ ആഗ്രഹിക്കണം. മൂന്നാമത്തത്, നീ നിന്നെ തന്നെ ദൈവത്തിന് മുന്നിൽ ഉയർത്തണം. അതിന് നീ എളിമപ്പെടണം. ദൈവത്തിന് മുന്നിൽ നീ ഉയർത്തപ്പെടണം. ദൈവത്തിന് മുന്നിൽ ഞാനൊരു മകനാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള രീതിയിൽ നീ ഉയർത്തപ്പെടണം. സ്നേഹമുള്ളവരെ, നീ നിന്നോട് തന്നെ പറയണം, ഞാൻ നല്ല മനുഷ്യനാണ്. നമ്മളോട് തന്നെ പറയണം, ഐ ആം ബിഗ് പെർഫെക്റ്റ്. ഞാൻ നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ഇന്ന കുറവൊക്കെ ഉണ്ടെങ്കിലും എനിക്കും ഈ ലോകത്ത് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചാലും ജയം കിട്ടും. അങ്ങനെ നീ നിന്നോട് തന്നെ പറയണം. പിന്നെ പറയുന്നത്, നിനക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകണം. നിൻ്റെ മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഞാനൊരു അമ്മയെ കണ്ടിട്ടുണ്ട്. ഒരു അമ്മ പറയാ, എൻ്റെ മകള് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമാണ്. ഇവളുടെ 2ാം വയസ്സിൽ അപ്പം മരിച്ചുപോയി. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കൂലിപ്പണിക്കെടുക്കുന്ന. എന്നാൽ സ്നേഹമുള്ളവരെ അറിഞ്ഞോ, ആ മകള് ഡോക്ടറായി എന്നുള്ളതാണ്. അമ്മയുടെ സ്വപ്നമാണ്. അമ്മ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, നിനക്ക് നല്ല സ്വപ്നങ്ങളുണ്ടായാൽ അത് നടപ്പിലാക്കി തരാൻ ദൈവത്തിന് പറയും. നീ വിശ്വസിക്കണം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന് വിശ്വസിക്കണം. അംഗീകരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ വരും. നമുക്ക് കരങ്ങൾ കൂപ്പാം. സ്നേഹമുള്ളവരെ, ദൈവമേ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി, ഞാൻ എന്നെ തന്നെ ദൈവത്തിൽ കണ്ടെത്തി ഈ ലോകത്ത് ജീവിക്കാൻ കൃപ നൽകണമേ. സ്നേഹത്തിൻ്റെ വലിയൊരു കൃപ, സ്നേഹത്തിൻ്റെ ഒരു വലിയ അഭിഷേകം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നൽകണമേ. കർത്താവെ, മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർന്നു പോയ അനേകർ ഈ ശുശ്രൂഷ കൂടുന്നുണ്ട്. അവർക്കെല്ലാം നിത്യജീവൻ്റെ ഒരു പ്രതീക്ഷയുടെ അഭിഷേകം നൽകണമേ. കർത്താവ്, ഞങ്ങളെ കണ്ടെത്തി ഞങ്ങൾക്കെല്ലാത്തിനും തോൽപ്പിക്കാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തിന്മകളിൽ നിന്നും മക്കളെ രക്ഷിക്കണമേ. സ്നേഹം വർദ്ധിപ്പിച്ചെടുക്കാൻ കൃപ നൽകണമേ. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കണ്ടെത്തി ഞങ്ങളിലെ ദൈവ സാന്നിധ്യത്തെ ലോകത്തിന് പങ്കുവയ്ക്കാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്താലും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലും തിരുരക്തത്തിൻ്റെ അഭിഷേകത്താലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയാലും ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഈ മക്കൾക്ക് എല്ലാം കണ്ടെത്തി ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും കണ്ടെത്താൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.